ബുദ്ധന്റെ അതിമനോഹരമായ ഒരു കഥയുണ്ട്. ഒരു മഞ്ഞുതുള്ളി ഒരു പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒഴുകി തുടങ്ങി അരുവിയായി, പുഴയായി, കടലിന്റെ ആഴങ്ങളിൽ എത്തിച്ചേരുന്നവരെയുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ ജീവിതം. കറക്റ്റ് അല്ലേ? ഒരു മഞ്ഞുതുള്ളി എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാല് പോലെ ഒരു മഞ്ഞുതുള്ളി അത്രമാത്രം പരിശുദ്ധമാണ്, അത്രമാത്രം പവിത്രമാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ഒരു മഞ്ഞുതുള്ളി പോലെ അത്രമാത്രം പരിശുദ്ധമായ മനസ്സുമായിട്ടാണ്. ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ, ബ്ലാങ്കാണ്. ജോൺ ലോക്കിന്റെ മനോഹരമായ ഒരു പദമുണ്ട്, അത് ടാബുല റാസ എന്നാണ്. ടാബുല റാസ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പർ എന്നാണ് അർത്ഥം. നമ്മളൊക്കെ ഈ ഭൂമിയിൽ പിറന്നത് ഈ വൈറ്റ് പേപ്പർ പോലെയുള്ള ഒരു മനസ്സുമായിട്ടാണ് പിറന്നു വീണത്. ഒരു മഞ്ഞുതുള്ളി പോലെ നമ്മൾ ഒഴുകി തുടങ്ങി, ഒരു പർവ്വതത്തിന് മുകളിൽ ഒഴുകി തുടങ്ങി, അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ പോവുകയാണ്. ഈ പോകുന്ന പോക്കിൽ നമ്മൾ അവസാനം നമ്മുടെ ഒരു കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും, നമ്മൾ ഇല്ലാതെയായി പോകും. അതാണല്ലോ ജീവിതം. ബുദ്ധൻ പറയുന്ന കഥ ഇതാണ്. ഒരു മഞ്ഞുതുള്ളി പർവ്വതത്തിന് മുകളിൽ ഒഴുകി തുടങ്ങി അരുവിയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂക്കളെ കണ്ടു, പൂക്കളോട് കൂട്ടുകൂടി അതിന്റെ സൗരഭ്യം ആസ്വദിച്ച്, സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ടൊഴുകി. പുൽക്കൊടികളെ കണ്ടു, പുൽക്കൊടികളെ തലയാട്ടി വിളിച്ചു. ആ മഞ്ഞുതുള്ളിക്ക് പുൽക്കൊടിയെ തുടരണമെന്ന് തോന്നി, അതിനോട് കൂട്ടുകൂടി വീണ്ടും മുന്നോട്ടൊഴുകി. അങ്ങനെ പോകുന്ന പോക്കിലാണ് സർവ്വമാലിന്യങ്ങൾ കുത്തിയൊഴുകുന്ന ഒരു ചെളിക്കുണ്ട് കണ്ടത്. ആ ചെളിവെള്ളം അടിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി മഞ്ഞുതുള്ളിക്ക് തോന്നി വെറുതെ ഒരു തവണ ഒന്ന് കുത്തി മറയാം അതിനകത്തെന്ന് വിചാരിച്ചു. ആ ചെളിവെള്ളക്കുണ്ടിനകത്ത് അത് കയറി ഇറങ്ങിയപ്പോഴേക്കും അതിന്റെ നിറം മാറി. നിറം മാറിയ ആ ചെളിവെള്ളത്തുള്ളി പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു തോർത്തൊരു സന്ധ്യയ്ക്ക് ഒരു ഇലയുടെ അറ്റത്ത് തൂങ്ങി നിൽക്കുന്ന പവിത്രമായ മറ്റൊരു വെള്ളത്തുള്ളിയെ കാണുന്നു. അപ്പൊ ഈ ചെളിവെള്ളത്തുള്ളി അതിനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ തുള്ളി പറഞ്ഞു, നീയും സുന്ദരിയായിരുന്നു, നീ പൂക്കളോട് കൂട്ടുകൂടി ഒരു കുഴപ്പമില്ല, പുൽക്കൊടിയുടെ അടുത്തേക്ക് പോയി ഒരു കുഴപ്പമില്ല, നീ എന്തിനാണ് ചെളിയിലേക്ക് പോയത്? ഇനി ഒരിക്കലും പഴയ നിറം തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നു. ബുദ്ധൻ കാലത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് പൂരിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒക്കെ കുട്ടികൾ ഒരു മഞ്ഞുതുള്ളിയായി ഭൂമിയിൽ പിറന്നു വീഴുന്നവരാണ്. ആ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ പോകുന്ന പോക്കിൽ പുൽക്കൊടിയോട് കൂട്ടുകൂടട്ടെ, പൂക്കളോട് കൂട്ടുകൂടട്ടെ, പക്ഷേ അവർ പോലും അറിയാതെ ചെളിക്കുണ്ടിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ നിറം മാറും, അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ കുട്ടികളെ നിറം മാറാതെ സൂക്ഷിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇന്ന് വളരുന്ന സമൂഹം, നമ്മുടെ കുട്ടികളൊക്കെ വളരുന്ന സമൂഹം വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞൊരു ലോകമാണ്. അവർ പോലും അറിയാതെ അപകടങ്ങളിലേക്ക് വീണു പോകും. ഈ മുല്ലാ നസറുദ്ദീന്റെ ഒരു കഥയാണ്. മുല്ലാ നസറുദ്ദീന്റെ കുട്ടി ഒരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സിൽ കംപ്ലീറ്റ് ചെളിയായിരുന്നു. മുല്ലാ നസറുദ്ദീൻ പിടിച്ച കുട്ടി നല്ലൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ഡ്രസ്സിൽ ചെളി പുരലാതിരിക്കാൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന സമയത്ത് ഡ്രസ്സിൽ ചെളി പുരലാതെ വന്നു, പക്ഷെ തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന സമയത്ത് ഡ്രസ്സിൽ ചെളിവില്ലാതെ വന്നു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു, പക്ഷെ വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിപ്പോയി, വൈകിപ്പോയി. അടിച്ചു എന്നിട്ട് പറഞ്ഞു, കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം കൃത്യസമയത്ത് വന്നു, ഡ്രസ്സിൽ ചെളിവില്ലാതെ വന്നു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കുട്ടിക്ക്. മുല്ലാ നസറുദ്ദീൻ കണ്ണടച്ചതിന് ശേഷം ഒറ്റ അടി കുട്ടിയെ. അപ്പൊ കുട്ടി ചോദിച്ചു, ഇന്നെന്തിനെ എന്നെ അടിച്ചെന്ന് ചോദിച്ചു. മുല്ലാ നസറുദ്ദീൻ പറഞ്ഞു, മോനെ, എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും അടി കിട്ടുന്ന ഒരു സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഞാൻ പറഞ്ഞത്, എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ അറിയാതെ അപകടങ്ങളിലേക്ക് പോകും. അവിടെ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓരോ മാതാവിന്റെയും പിതാവിന്റെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്ന്, നമ്മുടെയൊക്കെ ഒരു പ്രൈം ടൈം ഉണ്ട്, അല്ലേ? ഞാൻ എല്ലായിടത്തും പറയുന്ന, മാതാപിതാക്കളോട് പറയുന്ന കാര്യമാണ്. എപ്പോഴാണ്? രാത്രി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി മുതൽ ഒരു 9 മണി വരെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് കുളിച്ച് ഫ്രഷായി അവരങ്ങനെ ഹാപ്പിയായി അവരുടെ ഹോംവർക്കൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയം, രാത്രി സമയം, മാതാവും പിതാവും, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ഒരുമിച്ചിരിക്കുന്ന, മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയം. ആ സമയം ഒരു 2 മണിക്കൂർ സമയം നമ്മുടെ പ്രൈം ടൈം എന്ന് പറയും. ഒരു ദിവസത്തിന്റെ നമ്മുടെ പ്രൈം ടൈമാണ്. ഈ പ്രൈം ടൈമിനെ തന്നെയാണ് ഇന്ന് ചാനലുകാർ അവരുടെ പ്രൈം ടൈം എന്ന് പറയുന്നത്. എന്താ കാരണം? നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ വായും പൊളിച്ചിരിക്കുമെന്ന് അവർക്കറിയാം. ഒരു നിലവാരവുമില്ലാത്ത ടെലിവിഷൻ സീരിയലുകൾ കണ്ട് മനസ്സിനകത്ത് മുഴുവൻ കറുപ്പ് നിറയ്ക്കുമെന്ന് എനിക്ക് അവർക്കറിയാം. അതുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ സാധനം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ സ്വകാര്യ ചാനലുകൾ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് അവരുടെ സ്ലോട്ടുകൾ വിൽക്കുന്ന സമയമാണ് ഈ സമയം. എന്താ കാരണം? ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന സമയം. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന സമയം എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം, വീടിനകത്ത് നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ ഈ പിടിച്ചിരിക്കുന്ന ഈ സാധനം എന്താണ്? മൊബൈൽ ഫോൺ. ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഏറ്റവും അപകടം സൃഷ്ടിച്ച സാധനം എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഗുണമുള്ള സാധനമാണ്, പക്ഷേ അതിന്റെ 10 ഇരട്ടി ദോഷമുള്ള സാധനമാണ്. ഇതിനകത്ത് കയറി കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. വാട്സാപ്പിനും ഫേസ്ബുക്കിനും അടിമയായി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരുപക്ഷെ മദ്യത്തിനേക്കാൾ കൂടുതൽ, മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ നാളെ നമ്മുടെ കുട്ടികൾ പെട്ടുപോകാൻ സാധ്യതയുള്ള സാധനമാണ് ഈ കാണുന്ന മൊബൈൽ ഫോൺ. മനസ്സിലായോ? അപ്പോ ഇതാണ് 2 കാര്യങ്ങൾ. നമ്മുടെ വീടിനകത്തേക്ക് മക്കൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ, ഇപ്പം അംഗനവാടി കുട്ടികളാണ്, അവർക്ക് ഇപ്പം ഇതൊന്നും അറിയില്ല. അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അംഗനവാടിയിൽ പോയി ടീച്ചർ എന്നോട് ചിരിച്ചു, ടീച്ചറിന്റെ ചിത്രം വന്ന് ടിക്ക് ചെയ്തു, നക്ഷത്രം വരച്ചു, സ്റ്റാർ വരച്ചു എന്നൊക്കെ പറയാനുണ്ട് നിങ്ങളോട്.
നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നോക്കുമ്പോൾ എൻ്റെ അമ്മ തിരക്കാണ്, കാരണം അമ്മ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ അപ്പുറത്തെ മൂലയിൽ നിന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ കുട്ടി വന്നു കഴിഞ്ഞ ശേഷം അമ്മയുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് തിരക്കാണ്, അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛന് തിരക്കാണ്. കുട്ടി ഒന്നും സംസാരിക്കാതെ പോകുന്നു. അടുത്ത ദിവസം വീണ്ടും മക്കൾ വരും, അവർക്ക് വീണ്ടും പറയാനുണ്ട്, പക്ഷെ നിങ്ങൾ ബിസിയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഒരു 4 ദിവസം കഴിയുമ്പോൾ കുട്ടി സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കും. ഓക്കെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടി വളർന്നു വലുതാവുന്ന സമയത്ത് നിങ്ങൾ പറയും, പണ്ട് എൻ്റെ കുഞ്ഞ് ഒരുപാട് സംസാരിച്ചിരുന്നു, ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പറയും, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയും. അപകടമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പ്രൈം ടൈം നമ്മൾ ഈ മൊബൈൽ ഫോണിന് അടിമയാവുന്ന ടെലിവിഷന്റെ സ്ക്രീനിന്റെ മുന്നിലേക്ക് പോകാതെ സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഒരൊറ്റ കാര്യം, ഇവിടെ ഇരിക്കുന്ന ഇത്രയും മാതാപിതാക്കളുണ്ട്, എൻ്റെ സ്വന്തം ജില്ലയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇരിക്കുന്നത്. നിങ്ങളോട് പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ പ്രൈം ടൈമിനെ ദയവായി മറ്റൊരാൾക്ക് കൊടുക്കരുത്. അത് നമ്മുടെ വീടിന് അവകാശപ്പെട്ടതാണ്, നമ്മുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ 2 മണിക്കൂർ സമയം നിങ്ങളുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്യണം. മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ഇടണം, ടെലിവിഷൻ ഓഫ് ചെയ്യണം, വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യണം. അതിനുശേഷം 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും, അല്ലെങ്കിൽ പപ്പയും മമ്മിയും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഇന്നു മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന 99% പ്രശ്നങ്ങളും നമ്മുടെ മേശപ്പുറത്ത് തീർക്കാവുന്നതേ ഉള്ളൂ. എന്റെ ചോദ്യം ഇതാണ്, ഈ പറച്ചിൽ കേട്ടിട്ട് ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ് ഓർ നോ? പോരാ, നല്ല പവർഫുൾ ആയിട്ട്, അല്ല കയ്യടിയേക്കാൾ കൂടുതൽ നിങ്ങൾ എല്ലാവരും കൂടി പറയുന്നത് യെസ് ആണ് വേണ്ടത്. ഒന്നുകൂടി ശബ്ദത്തില് യെസ്. ഓക്കെ, ഇതാണ് എനിക്ക് ഒരു കാര്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോണിന് അഡിക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സംഭവിക്കുന്ന കാര്യം അറിയാമോ? അറിയില്ല. കുറച്ചൊന്ന് സയൻസാ പറയുന്നത്, കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്ത് 100 ബില്യൺ ന്യൂറോണുകളുണ്ട്. ക്ലിയർ ആണോ? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 100 ബില്യൺ ന്യൂറോണുകളാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്ത് കെട്ടിക്കിടക്കുന്നത്. ഓക്കെ, ഈ ന്യൂറോണുകൾക്കിടയിലൂടെ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണും കയ്യും കാലും ഒക്കെ അങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പാർക്കിൻസൺസ് വന്നിട്ടുള്ള ആളുകളെ കണ്ടില്ലേ, കൈ വറയ്ക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, പാരലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ഇവർക്ക് സംഭവിക്കുന്ന ഡോപ്പമൈൻ മൂവ് ചെയ്യില്ല, അവർക്ക് കൈ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും, ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കൈ അങ്ങോട്ട് മൂവ് ചെയ്യില്ല, കാരണം ഇവിടെ സ്റ്റക്കാണ്. ഓക്കെ, നമ്മുടെ തലച്ചോറിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിന്റെ റൈറ്റ് ഹെമിസ്ഫിയറിന്റെ ഇടയിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിന്നാണ് ഈ ഡോപ്പമൈൻ ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അവിടുന്ന് അങ്ങനെ പോരുന്ന സമയത്ത് ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരു മനുഷ്യന് സുഖമുണ്ടാവുന്നത്. ക്ലിയർ ആണോ? 3 കാര്യങ്ങളിലാണ് ഒരു മനുഷ്യർ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നത്. ഒന്ന് സെക്സ് ആണ്, ഇത് ഭക്ഷണം പോലെ ഉറക്കം പോലെ ആവശ്യമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നർക്കോട്ടിക്സ്, മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ. ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡോപ്പമിൻ അവിടെ അമിതമായിട്ട് ഉൽപ്പാദിക്കപ്പെടും. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രമരഹിതമായിട്ട് ഓടി തുടങ്ങും. നമ്മളും എന്താവും? ക്രമരഹിതമായിട്ട് ഓടി തുടങ്ങും, അല്ലേ? മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്, ചൂതുകളി, ചീട്ടുകളി. നിർഭാഗ്യവശാൽ ആധുനിക ശാസ്ത്രം ഈ കയ്യിൽ കാണുന്ന ഈ മൊബൈൽ ഫോണിനകത്ത് അഡിക്റ്റ് ആവുന്നതിനെ ഈ ഗാംബ്ലിംഗിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അമിതമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിന് അഡിക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചതിന് ശേഷം പറയും ഇങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് പറയും, അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയായി, അല്ലേ? അപ്പോൾ ഇതിനൊരു അഡിക്ഷൻ വരും. ഞാൻ പറഞ്ഞത്, മദ്യം പോലെ, മയക്കുമരുന്ന് പോലെ നമ്മൾ ആധുനിക തലമുറയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ സാധനം കൊടുക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. മനസ്സിലായോ? ഇതിനകത്ത് ആ കുട്ടികൾ അഡിക്റ്റ് ആവും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? സാധാരണ ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിന്റെ പ്രവർത്തനക്ഷമത നമ്മളെക്കാൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ പുതിയ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ സാധനം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോളുടെ കയ്യിൽ നമ്മളെ കൊടുത്തിട്ട് പറയും ഒന്ന് നോക്കടാ എന്ന് പറയും, അല്ലേ? ആ കുട്ടി വളരെ പെട്ടെന്ന് അത് ശരിയാക്കി തന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇതൊന്നും അറിഞ്ഞൂടെ, ഇത്രയും പ്രായമായിട്ടുള്ള. അതാണ് കുട്ടിയുടെ ചോദ്യം. കാരണം അവന് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നു കഴിഞ്ഞ ആളുകളോടൊക്കെ പറയും എൻ്റെ മോനുണ്ടല്ലോ, അവനൊരു മൊബൈൽ ഫോൺ എല്ലാം അറിയാം, അവൻ എന്ത് എക്സ്പേർട്ടാണ് അതിനകത്ത്, എനിക്കൊന്നും അറിഞ്ഞൂടെ, പക്ഷെ അവൻ എന്നെ അറിയാം. ഇത് അവൻ കേൾക്കുന്ന സമയത്ത് അവൻ്റെ ബ്രെയിനിലൊരു പ്രോസസ്സ് നടക്കുകയാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ അമിതമായിട്ട് വാഴ്ത്തുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ട് നടക്കേണ്ടതാണ് കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, രാത്രി സമയങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളോ മക്കളോ
ഈ മൊബൈൽ ഫോണിൽ നോക്കി കിടക്കാൻ തയ്യാറാവരുത്. ഉറങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ അതിന്റെ പേരിൽ വരുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് നിർബന്ധമായും പുസ്തകങ്ങൾ വായിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. ആദ്യം നിങ്ങൾ വായിക്കണം. ആ പുസ്തകങ്ങൾ കൊച്ചുകുട്ടികളാവുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കണം, ഒരുപാട് കഥ പറഞ്ഞു കൊടുക്കണം. ഈ കഥ പറച്ചിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ സാധിക്കും. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ വീട് എവിടെയാണെന്നറിയാമോ? ഇവിടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന്റെ തൊട്ടപ്പുറത്ത് 20 കിലോമീറ്റർ അപ്പുറത്തെ കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛനൊരു കന്നുകൂട്ടുകാരനായിരുന്നു. അച്ഛന് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും എൻ്റെ ഓർമ്മ അച്ഛൻ രാവിലെ എണീറ്റ് നൊകം കൂട്ടി കന്നുകളെ തൊളിച്ചു പോകുന്നതാണ് ഓർമ്മ. രാത്രി വന്നു കഴിഞ്ഞാൽ അച്ഛന് എന്താ പറയുക, ഉമ്മറത്തെ ചാരുകസേരയിൽ കുളിച്ച് വന്ന് കിടക്കും. അച്ഛൻ്റെ നെഞ്ചിൽ ഞാൻ ചേർന്ന് കിടക്കും. അച്ഛൻ്റെ നെഞ്ചിന് ഈ ധാന്യം തരം കുഴമ്പും ചന്ദ്രികാ സോപ്പും കൂടി കുഴഞ്ഞൊരു മണമുണ്ട് അച്ഛൻ്റെ നെഞ്ചിന്. ഇപ്പോഴും അച്ഛനും ഭൂമിയിലില്ല, പക്ഷേ ഇപ്പോഴും എനിക്ക് ഈ ചന്ദ്രികാ സോപ്പ് മണക്കുമ്പോഴും ധാന്യം തരം കുഴമ്പ് മണക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂട് ഓർമ്മ വരും. അന്ന് വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ അച്ഛൻ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞ കഥകൾ കേട്ടാണ് ഞാനൊരു ജാലവിദ്യക്കാരനായിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അത് നല്ല ചിന്ത വേണോ ചീത്ത ചിന്ത വേണോ, അവിടെ നിങ്ങളുടെ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, സ്നേഹം, അത് മക്കൾ കാണണം. മനസ്സിലായോ? നമ്മൾ തമ്മിൽ വഴക്കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അസ്വസ്ഥരാവും. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, നമ്മളോട് തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മക്കൾ ഏത് രീതിയിലേക്ക് വളരണം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്, മാതാപിതാക്കളാണ്. സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ സ്നേഹം വളരുകയുള്ളൂ. ഞാൻ പറയുന്നത് വീടിനകത്ത് സ്നേഹം എന്ന് പറയുന്ന പ്രതിഭാസം ഇങ്ങനെ തിളയ്ക്കണം. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം മക്കൾ കാണണം, ചിരിക്കണം. ഇതൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയില്ല. കാരണം നിഷ്കളങ്കരായി പിറന്നു വീഴുന്ന കുട്ടികൾ വഴി പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 99% ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കുട്ടി വളരുന്ന സാഹചര്യം മാത്രമാണ്, അല്ലാതെയല്ല. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. ആ കുട്ടിക്ക് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എന്ത് ചോദിച്ചോ, നമ്മളത് സാധാരണ പറയാറുണ്ട്, അവൻ മൊബൈൽ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു, ഐപാഡ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു, എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ആയല്ലോ എന്ന് പറയും. അങ്ങനെയാവും. കാരണം കുട്ടികൾക്ക് പ്രതിസന്ധികൾ, അദ്ദേഹം പറഞ്ഞ പോലത്തെ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കേണ്ടത് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങൾ വിദ്യാലയത്തിൽ ചേർത്തു, നല്ല വിദ്യാലയമാണ്, അവിടുന്ന് പഠിച്ചത് കൊണ്ട് മാത്രം പാഠമാവുന്നില്ല. ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനം. ഇത് ഉപനിഷത്തിൽ പറഞ്ഞതാണ്. വളരെ പണ്ഡിതനായ ഒരു അച്ഛൻ, ആ അച്ഛന്റെ ഒരു മകൻ, ആ മകനെ പഠിക്കാൻ വേണ്ടി ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. കുറേ ദിവസം പഠിച്ചു കഴിഞ്ഞപ്പോ അവന് തോന്നി എല്ലാം പഠിച്ചു കഴിഞ്ഞു, അഹങ്കാരം കൂടി. അവൻ ഗുരുവിനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. തല ഉയർത്തിപ്പിടിച്ച് നെഞ്ച് വിരിച്ചു പിടിച്ച് അഹങ്കാരത്തോടുകൂടി നടന്നു വരുന്ന മകനെ കാണുന്ന സമയത്ത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? പഠിപ്പിക്കാനാവാത്തത് നീ പഠിച്ചുവോ? കേട്ടോ, മാതാപിതാക്കൾ അറിയണം, പഠിപ്പിക്കാനാവാത്തത് നീ പഠിച്ചുവോ എന്നാണ് ചോദിച്ചത്. അവൻ പറഞ്ഞു, ഗുരുവിനറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അച്ഛൻ പറഞ്ഞു, തിരിച്ചു പോടാ, നിന്റെ ഗുരുവിനോട് പറ, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയാൻ പറഞ്ഞു. അവൻ ചെന്നപ്പോൾ ഗുരു പറഞ്ഞ കാര്യം ഇതാണ്: എന്റെ മോനെ, നീ ഇപ്പോഴാണ് ഒരു ശിഷ്യനാവുന്നത്. നീ മനസ്സിലാക്കേണ്ട കാര്യം, പാഠപുസ്തകത്തിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരു കുട്ടി പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണോ അവൻ ജീവിതത്തിൽ പഠിക്കേണ്ടത് അതിന്റെ 1/4 മാത്രമാണ്. ക്ലിയർ ആണോ? അപ്പൊ വിദ്യാലയത്തിൽ ചേർത്തു, ഇനി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നത് തെറ്റ്. ബാക്കി 3/1 എന്ന് പറയുന്നത് വീട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതാണ്. സോ അവർ റെസ്പോൺസിബിലിറ്റി, നമ്മളാണ് പാഠമാവേണ്ടത്. അനുഭവങ്ങൾ ഉണ്ടാവണം. പ്രതിസന്ധികൾ മുന്നിൽ ഉണ്ടാവുമ്പോഴാണ് ആ പ്രതിസന്ധികളെ അതിജീവിക്കാമെന്ന് പഠിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവണം കുട്ടികൾക്ക്. എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കുന്ന മാതാപിതാക്കളല്ല വേണ്ടത്. നിങ്ങൾ നോക്കിക്കാണണം നമ്മുടെ കുട്ടി എങ്ങനെ അതിനെ അതിജീവിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് അവനവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അതാണ് 4 കാര്യങ്ങൾ. ഒന്ന്, ഒരിക്കൽ കൂടി പറയുന്നു, അധ്യാപകരിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ, പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന 4/1, വീട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും പഠിക്കുന്നത് 3/1, അനുഭവങ്ങളിലൂടെ പഠിക്കുന്നത് 2/1, അവനവരിൽ നിന്ന് പഠിക്കുന്നത് 1/1, അവസാനത്തെ ഭാഗം. അല്ലെ? ഈ അവനവനിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ പുസ്തകം വായിക്കണം. ലോകത്തിനെ കുറിച്ചുള്ള അറിവ് വേണം. കണ്ണുകൾ തുറന്നു വെക്കണം, കാതുകൾ തുറന്നു വെക്കണം, ഹൃദയം തുറന്നു വെക്കണം. അവനെ ലോകം കാണുവാൻ അനുവദിക്കണം. എല്ലാത്തിനും നിങ്ങൾ അരുതെന്ന് പറയരുത് കുട്ടികളോട്. അപാരമായ സിദ്ധിവിശേഷവുമായി പിറന്നു വീഴുന്ന, ഇപ്പൊ മക്കൾ താഴെ ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ, അപാരമായ സിദ്ധിവിശേഷവുമായി ചിത്രം വരയ്ക്കുമ്പോൾ അവൻ ചുമരിൽ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അരുതെന്ന് പറയരുത്. കരിക്കട്ട കൊണ്ട് ചുമരിൽ ചിത്രം വരച്ച ഒരു കുട്ടിയാണ് രാജാ രവിവർമ്മ, ലോകത്തിന്റെ ചിത്രകലയുടെ ലോകത്തിന്റെ ഏറ്റവും വലിയ ജേതാവായിട്ട് മാറിയത്. അല്ലെ? അരുതെന്ന് പറയരുത്.